കുട്ടിച്ചാത്തൻ. എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? വളരെ മനോഹരമായിരുന്നില്ലേ? ഇനിയൊരു കഥയായാലോ? എങ്കിൽ നല്ല രണ്ട് ചങ്ങാതിമാരുടെ കഥ പറഞ്ഞു തരാം. ജീം ജാം ജൂം. തെന്നാലിക്കാട്ടിൽ മിച്ചനെന്നും കിച്ചനെന്നും പേരുള്ള രണ്ട് മുയൽക്കുട്ടന്മാരുണ്ടായിരുന്നു. അവർ നല്ല കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം അവർ രണ്ടുപേരും കൂടി തീറ്റ തേടി നടന്നു. അങ്ങനെ നടക്കുന്നതിനിടയിൽ നല്ല പച്ച പുല്ല് നിൽക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് കണ്ടതും അവർക്ക് വലിയ സന്തോഷമായി. അവർ പുല്ല് തിന്നാൻ തുടങ്ങി. ആ സമയം അതുവഴി ചിമ്പുക്കുറുക്കൻ വന്നു. പുല്ല് തിന്നുന്ന അവരെ കണ്ടതും ചിമ്പുവിന് സന്തോഷമായി. ഇന്നത്തെ എന്റെ ആഹാരം ഇവരാണെന്ന് മനസ്സിൽ ആലോചിച്ചു ചിമ്പുക്കുറുക്കൻ. ചിമ്പു പമ്മി അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ചിമ്പു പമ്മി വരുന്നത് മിച്ചൻ കണ്ടു. ഇത് കണ്ട മിച്ചൻ കിച്ചന്റെ ചെവിയിൽ എന്തോ രഹസ്യം പറഞ്ഞു. ചിമ്പു അവരുടെ അടുത്തേക്ക് എത്തിയതും കിച്ചൻ തറയിൽ വീണ് പിടയാൻ തുടങ്ങി. ഇത് കണ്ട ചിമ്പു മിച്ചനോട് ചോദിച്ചു, എന്താണ് ഇവന് പറ്റിയതെന്ന്. അപ്പോൾ മിച്ചൻ പറഞ്ഞു, ഞങ്ങൾ തിന്ന പുല്ലിന്റെ കൂട്ടത്തിൽ വിഷപ്പുല്ല് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ തിന്നത് കൊണ്ടാണ് ഇവന് ഇങ്ങനെ സംഭവിച്ചതെന്ന്. ഞങ്ങളെ തിന്നുകയാണെങ്കിൽ ചിമ്പു ചേട്ടന് ചത്തുപോകും. ഇതു കേട്ട ചിമ്പുവിന് പേടിയായി. ചിമ്പു അവിടെ നിന്നും തല കുനിച്ച് നടന്നുപോയി. ചിമ്പു പോയത് കണ്ടതും മിച്ചൻ കിച്ചനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. മിച്ചൻ മുയലിന്റെ സൂത്രം ഫലിച്ചു. കുട്ടിച്ചാത്തൻ. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് എന്ത് ഗുണപാഠമാണ് മനസ്സിലായത്? ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ പ്രതീകങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ നമുക്ക് അവയെ പരിചയപ്പെടാം. ജീം ജാം ജൂം. പ്രതീകങ്ങളിൽ ആദ്യമായി നമ്മുടെ ദേശീയ പതാക. നമ്മുടെ ദേശീയ ഗാനം ജനഗണമന. ഭാരതത്തിന്റെ ദേശീയ ഗീതം വന്ദേ മാതരം. ദേശീയ നദി ഗംഗ. ഭാരതത്തിന്റെ ദേശീയ ചിഹ്നമായി കണക്കാക്കുന്നത് സിംഹമുദ്രയാണ്. ഭാരതത്തിന്റെ ദേശീയ വിനോദം ഹോക്കിയാണ്. നമ്മുടെ ദേശീയ ഭാഷ ഹിന്ദി. ദേശീയ വൃക്ഷം പേരാൽ. ദേശീയ ഫലം മാങ്ങ. ദേശീയ പുഷ്പം താമര. ദേശീയ പക്ഷി മയിൽ. ദേശീയ മൃഗം കടുവ. ദേശീയ ഉരകജീവി രാജവമ്പാല. ദേശീയ ജലജീവി ഡോൾഫിൻ. കുട്ടിച്ചാത്തൻ. ദേശീയ പ്രതീകങ്ങളെ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. അത് നിങ്ങൾ മറക്കില്ലല്ലോ കൂട്ടുകാരെ. ലോകത്തിൽ എത്ര മഹാ അത്ഭുതങ്ങൾ ഉണ്ടെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഇല്ലെങ്കിൽ കേട്ടോളൂ. 7. ആ 7 മഹാത്ഭുതങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് കണ്ടു നോക്കാം. ജീം ജാം ജൂം. ലോകാത്ഭുതങ്ങളിൽ ഒന്നാമൻ ചിച്ചൻ ഇറ്റ്സ. ഇത് സ്ഥിതി ചെയ്യുന്നത് മെക്സിക്കോയിലാണ്. ക്രൈസ്റ്റ് റെഡീമർ ആണ് രണ്ടാമത്തെ ലോകാത്ഭുതം. ഇത് സ്ഥിതി ചെയ്യുന്നത് ബ്രസീലിലാണ്. ദ ഗ്രേറ്റ് വാൾ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. ഇതാണ് മൂന്നാമത്തെ മഹാത്ഭുതം. പെറുവിലെ മച്ചു പിച്ചു ആണ് ലോകാത്ഭുതങ്ങളിൽ 4-ാം സ്ഥാനം. 5-ാം സ്ഥാനത്ത് നിൽക്കുന്ന ലോകാത്ഭുതം പെട്ര. ഇത് സ്ഥിതി ചെയ്യുന്നത് ജോർദാൻ. 6-ാം സ്ഥാനം റോമൻ കൊളോസിയം. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിൽ. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ ആണ് 7-ാം സ്ഥാനം. കുട്ടിച്ചാത്തൻ. ലോകത്തിലെ 7 അത്ഭുതങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മഴ കഴിഞ്ഞ് മാനത്ത് തെളിയുന്ന മഴവില്ലിന് എത്ര നിറങ്ങളുണ്ടെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? 7. ആ 7 നിറമുള്ള മഴവില്ലിന്റെ നിറങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം.
Jean, Jam, June. Violet, indigo, blue, green, yellow, orange, red. Green, കുട്ടിച്ചാത്തൻ. മഴവില്ലിന്റെ 7 നിറങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? എങ്കിൽ ആഴ്ചയിൽ 7 ദിവസങ്ങളുണ്ട്. ആ 7 ദിവസങ്ങളെ കുറിച്ച് നമുക്ക് പഠിച്ചാലോ? Jean, Jam, June. ഞായർ സൺഡേ, തിങ്കൾ മൺഡേ, ചൊവ്വ ട്യൂസ്ഡേ, ബുധൻ വെനസ്ഡേ, വ്യാഴം തേഴ്സ്ഡേ, വെള്ളി ഫ്രൈഡേ, ശനി സാറ്റർഡേ. Green, കുട്ടിച്ചാത്തൻ. ആഴ്ചയിലെ 7 ദിവസങ്ങൾ കൂട്ടുകാർ പഠിച്ചു. ആഴ്ചകൾ കൂടിച്ചേർന്നാണ് മാസങ്ങൾ ഉണ്ടാകുന്നത്. മാസങ്ങൾ 12 എണ്ണമാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? Jean, Jam, June. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. Green, കുട്ടിച്ചാത്തൻ. ഈ മാസങ്ങൾ കൂടിച്ചേർന്നാണ് വർഷങ്ങൾ ഉണ്ടാകുന്നത്. ഒരു വർഷം എത്ര ദിവസങ്ങൾ കൂടിച്ചേർന്നാണ് ഉണ്ടാകുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? 365. കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു തന്ന കഥകളും പാട്ടുകളും പാഠങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എങ്കിൽ കൂട്ടുകാരെ, ഞാൻ ഇനിയും വരും. എന്റെ കഥ കൂട്ടുകാർക്ക് പറഞ്ഞു തരുന്നതിനും ഞാൻ എന്തിനാണ് ഭൂമിയിൽ വന്നതെന്നും ഭൂമിയിലെ എന്റെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് പരിചയപ്പെടുത്താൻ ഞാൻ വീണ്ടും വരും. നിങ്ങൾ എന്നെ മറക്കില്ലല്ലോ കൂട്ടുകാരെ? എങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Jean, Jam, June.